ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സ്റ്റോൺ ആർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള പെബിൾ അല്ല എടുത്തിരിക്കുന്നത്, സാധാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാനൊരു പപ്പിയുടെ പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ സർഫസ് അത്ര സ്മൂത്ത് അല്ലാത്ത കാരണം ഒരു 1-2 കോട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വൺസ് ഇത് നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വെയ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോം ഡെക്കോറാണ് ഈ സ്റ്റോൺ ആർട്ട്. ഇതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം അതിൽ ബ്ലൂ കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ബ്ലൂ കളറിൻ്റെ മേലെയാണ് ഞാൻ ഈ പപ്പിയുടെ പിക്ചർ വരയ്ക്കണത്. ഞാൻ ആദ്യം ഔട്ട്ലൈൻ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷമാണ് മാർക്കർ യൂസ് ചെയ്തിട്ട് വരയ്ക്കണത്. കാരണം ഇതിൻ്റെ സർഫസ് കുറച്ച് റഫായ കാരണം നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് വരയ്ക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. പിന്നെ ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിലിങ്സൊക്കെ ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. മാർക്കർ കൊണ്ട് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമാണ് കൊടുക്കണുള്ളൂ. വൺസ് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യണത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഒരു ക്രീം കളറാണ്. അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. അതിൻ്റെ ഡാർക്കർ കളേഴ്സ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ഈ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ സ്റ്റോണിൻ്റെ സർഫസ് അത്ര സ്മൂത്ത് അല്ലാത്ത കാരണവും പിന്നെ ഔട്ട്ലൈൻ അതുകൊണ്ട് നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കാരണവും ഐ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്യാണ്. ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഐൻ്റെ ആ ഫുൾ പോർഷൻ ഞാൻ കവർ ചെയ്തിട്ട് ഔട്ട്ലൈൻ വീണ്ടും കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഐബോൾ വരയ്ക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ അതത്ര ഈസി അല്ല. നമുക്ക് സ്റ്റോണിൽ തന്നെ ശരിക്കും ചെയ്ത് ഒരു ഐയുടെ ഷേപ്പ് അതിൽ വരച്ചെടുക്കുമ്പോൾ കുറച്ച് അത്ര ഈസി ആയിട്ട് പറ്റണില്ല. അപ്പോൾ ഈ ട്രിക്കാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാനിതിൻ്റെ ഡാർക്കർ കളേഴ്സ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഡാർക്കർ കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലൊരു ട്രിക്ക് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്നും കൂടി ഡാർക്കാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ റഫ്നെസ്സൊക്കെ ഒന്ന് പോയി സ്മൂത്തായാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും സെയിം കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഷൈനിങ് വരുന്നത് നമുക്ക് മനസ്സിലാവും ആ സ്റ്റോണിന്. ഞാനിതിൽ ഡീറ്റെയിലിങ്സൊക്കെ ഡാർക്ക് ബ്രൗണും ബ്ലാക്കും വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് കളർ നന്നായാലാണ് ആ പിക്ചർ എടുത്ത് കാണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ, നന്നായിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഷെയ്ഡ് പോലെ സൈഡിൽ കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു 2 കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് ആ ഷൈനിങ് ഒക്കെ വന്ന് നല്ല ഭംഗിയാവുള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ടൊരു ഹോം ഡെക്കോർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്.
അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സിമിലർ ഡിസൈൻസൊക്കെയാണ് ഈ ഫിഷ്, പിന്നെ അതുപോലെ ഔള്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ സെയിം, അതൊക്കെ പെബിളിൽ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റോണിലാവുമ്പോഴും സിമിലർ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ കുറച്ചും കൂടി പെയിൻറ്റ് ചെയ്യാൻ സമയമെടുക്കുന്നു മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി സ്റ്റോൺ ആർട്ട്.